welcome back to my channel Minshas World. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുക്കിംഗ് ആയിട്ടല്ല, വ്ളോഗ് ആയിട്ടല്ല, പിന്നെ അൺബോക്സിംഗ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ സാധനം എന്താണെന്നറിയോ? അപ്പോൾ ഇതാണ് കോട്ടൺ ക്യാൻഡി മേക്കർ. എന്തെന്ന് മനസ്സിലായോ? നമ്മുടെ പഞ്ഞി മിഠായി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റ്, എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ മാളൊക്കെ പോകുമ്പോൾ അവിടുന്ന് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ പപ്പനോട് പറയും, പപ്പ ഇത് വാങ്ങിച്ചു തരും. അപ്പോൾ എപ്പോഴും വാങ്ങിച്ചു തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചത്. എനിക്കിഷ്ടമായിട്ട് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. കത്തി എടുത്തിട്ടുണ്ട്. സോ തുറന്നു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രോഷർ. ഇത് നമ്മൾ ഈ ഒരു പഞ്ഞി മിഠായി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഉള്ളൊരു ബ്രോഷറാണ്. അപ്പോൾ ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. കോലുകൾ. അപ്പോൾ ഇത് നമ്മുടെ പഞ്ഞിമിഠായി ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതും ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് എന്താ? ഇത് എന്താ പറയാ, നമുക്കൊരു സ്പൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സ്പൂണ് ഇടുകയാണെന്ന് അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുള്ളൂ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതൊരു സ്പൂണാട്ടോ. ഇതിനോടൊപ്പം ഫ്രീ ആയി കിട്ടിയൊരു സ്പൂൺ, അത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ സംതിങ് ലൈക്ക് സി ഡി എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്ന ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പഞ്ചസാര ഇടേണ്ടതെന്നാണ് തോന്നുന്നത്. സോ അത് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം കേട്ടോ. അത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമ്മുടെ പഞ്ഞി മിഠായി മെഷീൻ മേക്കർ മെഷീൻ. ഇതിൻ്റെ ഉള്ളിൽ കാലി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാത്ത വയർ ഇതിവിടെ ഒട്ടി പിടിച്ച കവർ കുറെ പാടുപെട്ടിട്ട് എനിക്ക് ഇത് കിട്ടി. അല്ല, ഇത് കിട്ടി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ ഇതിൻ്റെ അടിയിൽ ഇതിങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഒരു റെഡ് റിങ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഈ ഒരു വൈറ്റ് ഈ ഒരു സാധനം നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ക്ലിപ്പിംഗ് ആട്ടോ, ക്ലിപ്പ്. അപ്പോൾ ക്ലിപ്പും ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു സി ഡി എന്ന് പറയാം, അത് ഇവിടെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്ഥലത്ത് കേട്ടോ. കറക്റ്റ് ഫിറ്റ് ചെയ്യണം. നമ്മളിത് കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇടുമ്പോൾ ഇത് സി ഡി ഇങ്ങനെ ബും പറഞ്ഞാണ്ട് പുറത്തേക്ക് വരും. ഫ്രണ്ട്സ്, ഇനി നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഇത് പ്രീ ഹീറ്റ് ചെയ്യേണ്ട ടൈമാണ് 3 to 5 minutes ആണ് ഇത് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഇതിപ്പോൾ കറങ്ങാൻ തുടങ്ങി കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും തൊടരുത് കേട്ടോ, അത് വളരെ ഡേഞ്ചറസ് ആണ്.
കാരണം ഹോട്ട് അടിയിൽ നിന്ന് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് നോക്കി ഇതിൻ്റെ അടിയിൽ കണ്ടോ ഒരു ഓറഞ്ച് ലൈറ്റ് പോലെ അതിങ്ങനെ ചൂടായി വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തൊടണ്ട പറഞ്ഞത്, കൈ പൊള്ളിപ്പോവും. സോ തൊടാതിരിക്കുക. ഇനി ഇതൊന്ന് പ്രീ ഹീറ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നന്നായി പ്രീ ഹീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. എവിടെ പോയി? ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1 സ്പൂൺ പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾക്ക് ഇതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾക്ക് പഞ്ചസാര എടുക്കാം. ഇത് കറക്റ്റ് 1 സ്പൂൺ ആയിരിക്കണം കേട്ടോ. യപ്പ്, ഇപ്പോൾ കറക്റ്റ് 1 സ്പൂൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഓണാക്കുമ്പോൾ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം, ഒരു മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓണാക്കാം. അയ്യോ, കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നല്ല കറക്കാട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റിക്ക് എടുത്ത് വെക്കാം. അത് നമ്മുടെ പഞ്ഞിമിഠായി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കറക്കി കറക്കി കറക്കിയത് അമ്മ. നമ്മുടെ പഞ്ചസാരയൊക്കെ എവിടെയോ പോയി, ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ, എവിടെയോ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിപ്പോൾ വരും. വാ പഞ്ഞിമിഠായി വാ. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മാളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പിങ്ക് കളർ അങ്ങനത്തെ കളേഴ്സാണല്ലോ കിട്ടല്ലേ, അത് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാരയിലേക്ക് ഫുഡ് കളർ ചേർത്തോണ്ടാണ്. നമ്മൾ ഇതിൽ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങളുടെ അടുത്ത് റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെഡ് കളർ പിങ്ക് കളർ അങ്ങനെയൊക്കെ കിട്ടും. നമ്മൾ ഇതിലൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് വൈറ്റ് കളറാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പഞ്ഞിമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോട്ടൺ ക്യാൻഡി എന്നും പറയാം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, നിങ്ങൾക്ക് വലുതുണ്ടാക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെറുതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും താഴെ ലിങ്കിൽ പോയിട്ട് ഇതൊന്ന് വാങ്ങിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. വീശായോ?